ഞാൻ ഷിനുu'sRecipe. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കേസരി. ഇന്നിവിടെ സാവറേൻ്റെ സേമിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് സാവറേൻ്റെ സേമിയ കേസരി എങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സേമിയ കേസരി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യം 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 1 കപ്പ് സേമിയയ്ക്ക് നമ്മൾക്ക് 1.5 കപ്പ് വരെയുള്ള പഞ്ചസാര എടുക്കാം. അപ്പം നമ്മളിവിടെ ഒരു 3/4 കപ്പോളം ആണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാവറേറ്റിൻ്റെ സേമിയാണ് എടുത്തിരിക്കുന്നത്. പാന് അടുപ്പത്ത് വെക്കുക. നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ നിറമാവട്ടെ. ഇതൊന്ന് ചുവത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫുള്ള് തീയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. ഒന്ന് സിമ്മിലാക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കരിയാണ്ടിരിക്കും. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏകദേശം ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അണ്ടിപ്പരിപ്പ് എടുത്ത് മാറ്റി വെച്ച അതേ പാത്രത്തിൽ തന്നെ ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ഇനി റവ വറുക്കേണ്ടതുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഒരു പൊട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. വറുത്തത് നമ്മൾക്ക് കിട്ടുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. കറക്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവട്ടെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്, കണ്ടോ? ഇത് ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഏത് പാത്രത്തിൽ സേമിയ എടുത്തോ അതേ പാത്രത്തിൽ 2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് പാത്രത്തിൽ സേമിയ എടുത്തോ അതേ പാത്രത്തിൽ 2 കപ്പ് വെള്ളമാണ് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്. ഇത് നന്നായി ഒന്ന് വെന്ത് വരണം. സേമിയ എല്ലാം വെന്ത് വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് മുതൽ ഒരു 1.5 കപ്പ് വരെ നമുക്ക് അവരവൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ പഞ്ചസാര ഇട്ടു എന്ന് വെച്ചാൽ നമ്മുടെ സേമിയ വേവാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. ഒരു പിഞ്ച് ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കാൻ പാടില്ല, ഒരു പിഞ്ച്. ആ പഞ്ചസാര ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഏകദേശം ഈ ഒരു പരുവം നമുക്കാകുന്ന സമയത്ത് കേസരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കേസരി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് വെള്ളത്തിലിട്ട് നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി. ഇത്രയുള്ള പരിപാടി. നമുക്കിത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സേമിയ കേസരി എല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിരിക്കണം, കണ്ടോ? സംഭവം അടിപൊളിയായില്ലേ? അപ്പോൾ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയായിട്ട് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെലൈക്കണും കൂടി ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനുu'sRecipe സൈനിങ് ഓഫ്. ബൈ.